السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين صلى الله عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളും നോമ്പുകളും ഒക്കെ നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു തആല നാമേയും നമ്മോട് ബന്ധപ്പെട്ടവർ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞുപോയ ദിനങ്ങളിലുള്ള അപാകതകൾ ന്യൂനതകളൊക്കെ അല്ലാഹു തആല പുറത്ത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വരാനിരിക്കുന്ന ദിനങ്ങൾ മൂല്യമേറിയതാണ്. ആ രൂപത്തിൽ തന്നെ അതിനെ സമീപിക്കാൻ ഇബാദത്തുകളെ കൊണ്ട് വിജയം നേടാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഗ്ഫിറത്തിന്റെ 10 ഇന്ന് നമ്മളോട് യാത്ര പറയുകയാണ്. മുൻകഴിഞ്ഞ ദിനങ്ങളൊക്കെ നമ്മളോട് യാത്ര പറഞ്ഞതുപോലെ തന്നെ ഇതും നമ്മളോട് യാത്ര പറയുന്നുണ്ട്. സന്തോഷകരമായിട്ടാണോ തൃപ്തികരമായിട്ടാണോ ഇതിനെയൊക്കെ നമുക്ക് യാത്രയാക്കാൻ കഴിയുന്നത് എന്ന് ഞാനടക്കം ചിന്തിക്കേണ്ടിയിരുന്നു. തൃപ്തികരമാണോ, റാഹത്താണോ? ഇത്രയും ദിനങ്ങൾ 20 ദിവസമാണെന്ന് 20 പൂർത്തിയാവുക. ഈ 20 ദിവസങ്ങൾ പരിശുദ്ധ റമദാൻ എന്നെ കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ? വീട്ടിൽ വരുന്ന അതിഥികളെ നമ്മളൊക്കെ നോമ്പ് തുറക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരുപാട് പേര് നല്ല ഭക്ഷണം നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ നോമ്പ് തുറക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ കഴിക്കാൻ കഴിയൂല. പക്ഷെ എന്നാലും അവര് നമ്മളെ സൽക്കരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? എന്നെ പോകുന്നുണ്ട്, ആകെ ഒരു 4 മാസത്തെ പരിചയം ഞാനും നിങ്ങളും തമ്മിലുള്ളൂ, ഇല്ലേ? പക്ഷെ അവിടെ പോകുന്നുണ്ട്, പല രൂപത്തിൽ വിഭവങ്ങളുണ്ട്. വളരെ സന്തോഷത്തോടെ താല്പര്യത്തോടെ നമ്മളെ സൽക്കരിക്കുകയാണ്, ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അറിയാൻ നമുക്ക് ഇട്ട് തരികയാണ് ഒക്കെ ചെയ്യുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്താ? എൻ്റെ ഇടയിൽ കൂടെ പറയുന്നു, ഉസ്താദ് ആവശ്യമുള്ളതൊക്കെ കഴിക്കണം കേട്ടോ, ഇതിന് എന്തെങ്കിലും വേണോ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കുകയാണ്. ചായക്ക് മധുരം വേണോ, ഇനി വേറെ അതെടുക്കട്ടെ ഇതെടുക്കട്ടെ, ഇതൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു. ഇപ്പൊ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയുന്നു. അങ്ങനെ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം എന്താ? ഒന്നുമില്ലേ? അതിഥിയാണ്. അതിഥിയെ സന്തോഷിപ്പിക്കണം, അല്ലേ? അത് തൃപ്തിയായോ? എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ? എത്രയും നമ്മൾ എന്ത് കൊടുക്കാൻ തയ്യാറാണ്? എത്രത്തോളം ആ ആൾ അവിടുന്ന് പോകുമ്പോൾ, ഐ മീൻസ് ഞാൻ അവിടുന്ന് വരുമ്പോൾ ഞാൻ തൃപ്തനായിരിക്കണം. നിങ്ങളുടെ സൽക്കാരത്തിൽ എന്നെ അതിഥിയായി സ്വീകരിച്ചതിൽ ഞാൻ തൃപ്തനായിരിക്കണം. ആ നൽകുന്ന ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഇച്ചിരി ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിലോ എന്നെക്കാട്ടിലും കൂടുതൽ ഡിസ്റ്റർബ് ആവില്ല നിങ്ങളല്ലേ? കാരണം അതിക്കൊരു പ്രയാസമായോ, അത് അറിയാതെ പറ്റി എന്തൊക്കെ പറയും, അല്ലേ? ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. ഇതിലൊക്കെ നമ്മൾ എന്നിൽ നിന്ന് എന്തെങ്കിലും ദുന്യവീപരമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ ഞാൻ കുറെ പൈസ തരും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കുറെ പുകഴ്ത്തി പറയും, അങ്ങനെയൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഒന്നുമില്ല. എന്നിൽ നിന്ന് ദുനിയാവിൽ നിന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണില്ല, ഉണ്ടോ? പിന്നെന്താ? ആഖിറത്തില് പ്രാർത്ഥന. ഇതിന് പുറമെ ഈ വന്ന ആള് തൃപ്തിപ്പെട്ടു പോകണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുക്കളയിൽ പോയപ്പോ അത് കഴിച്ചോ, പറ്റിക്കണോ, റാഹത്തയക്കണോ, വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത ആളുകൾക്ക് കാരണം വന്ന ആളുകൾ തൃപ്തിയായിട്ടുണ്ടോ? ഇത് നിങ്ങൾ എന്നോട് കാണിച്ചത് റമദാനോട് ഒന്ന് കാണിക്കണം. ഒന്ന് സ്വയം ചിന്തിക്കണം. ഇങ്ങനെ ഓക്കെ ആണോ? കൊടുത്തതൊക്കെ വിഭവമൊക്കെ റെഡി ആണോ? ഒന്ന് സ്വയം ചിന്തിക്കണം. ചിന്തിക്കേണ്ട ടൈമിലാണ് ഇനിയുള്ളത്. ഇനി എല്ലാം കഴിഞ്ഞിട്ട് മേലൊക്കെ നോക്കി ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം തിരുത്തപ്പെടാൻ അവസരങ്ങൾ ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഈ സമയത്തിൽ മുതലേ ചിന്തിച്ചു തുടങ്ങണം. ഇതുവരെയുള്ളത് ഓക്കെയാണോ? അതിഥിയായി വന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി, നിങ്ങൾ തീരെ പരിഗണിച്ചില്ല. തിരിച്ചു വരുമ്പോ ഞാനത് എന്ത് ചെയ്യാണ്? മറ്റുള്ളവരോട് പറഞ്ഞാലുള്ള അവസ്ഥ, ഞാൻ വീട്ടിൽ പോയിട്ടൊരു തിരികെ റാഹത്തില്ല.
ചായക്കാണെങ്കിൽ മധുരമില്ല, കറിക്കാണെങ്കിൽ ഉപ്പ് കൂടുതൽ. അങ്ങനെ ന്യൂനതകൾ ഞാൻ പറഞ്ഞാൽ ദുന്യവിപരമായിട്ട് നിങ്ങൾക്കതൊരു അഭിമാന പ്രശ്നമായിരിക്കും ഇല്ലേ, അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റൂതാ. പക്ഷെ ഇത് റമദാൻ പോയിട്ട് റബ്ബിനോട് പറഞ്ഞ റബ്ബാണ് റമദാനെ പറഞ്ഞയച്ചിട്ടുള്ളത്. ഓരോ വ്യക്തികളിലും ഈ 30 ദിവസം നമ്മളുടെ സന്തത സഹചാരിയായി നമ്മുടെ കൂടെ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തതാ റമദാൻ. ഈ റമദാൻ തിരിച്ചു പോയിട്ട് റബ്ബിനോട് പറയുന്നു, റബ്ബേ മറ്റോ ശരിയല്ല കേട്ടോ, അവൻ എന്നെ ക്ലിയർ ആക്കിയില്ല, എന്നോട് ആദരിച്ചിട്ടില്ല, എന്നെ അവൻ നിന്ദിക്കുകയാണ് ചെയ്തത്, അവൻ എന്നെ ബഹുമാനിച്ചിട്ടില്ല, എന്നെ സൽക്കരിച്ചിട്ടില്ല എന്ന് റമദാൻ പരാതി പറഞ്ഞാൽ പറയുന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ റമദാൻ അത് പരാതി പറഞ്ഞാൽ നമ്മുടെ ഗതി എന്തായിരിക്കും? ഇജഅൽ ഹാദ ഷഹ്റ ശരീഫൽ അലീം, നമ്മൾ ദുആ ചെയ്തില്ലേ, ഇജഅൽ ഹാദ ഷഹ്റ, ഈ മാസത്തെ നീ ആക്കണം, ഷാഹിദൻ, സാക്ഷിയാക്കണം, അനുകൂലമായി സാക്ഷി പറയുന്ന ആക്കണം, ലാ ഷാഹിദന വലാ അലൈന, ഞങ്ങളുടെ മേലിൽ പ്രതികൂലമായിട്ട് മോശാണ്, അവൻ ശരിയല്ല, റമദാന് പോയിട്ട് അള്ളഹാനോട് പറയും പോലും അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ പെടരുത് എന്നായി പറയുന്നത്. മിമ്മൻ ഖസമഹും മിമ്മൻ റളിയഹും, നമ്മളെ തൊട്ട് തൃപ്തിപ്പെടണം റമദാൻ. റമദാൻ നല്ല ഉഷാറായിട്ട് എനിക്ക് നിങ്ങളെ തൊട്ടൊരു തൃപ്തി തോന്നുന്നത് പോലെ, നല്ല ഭക്ഷണമായിരുന്നു, നല്ല മതിപ്പ് പറയുന്നത് പോലെ അത്രയൊന്നുമില്ലെങ്കിലും ഒരു തൃപ്തികരമായ രൂപത്തിലായിരിക്കണം ഓരോരുത്തരിൽ നിന്നും റമദാൻ യാത്ര പറയേണ്ടത്. മനസ്സറിഞ്ഞ് നമുക്ക് യാത്ര പറയാൻ കഴിയും വേണം. എങ്ങനെയെങ്കിലും അന്നാളൊന്ന് പോയി കിട്ടിയിട്ട് വേണം എന്നുള്ള നിലക്ക് അങ്ങനത്തെ ഒരു യാത്ര പറച്ചിലാവുമ്പോൾ ഖേദം തന്നെയാണ്. കാരണം എന്താ, ഇനി ഒരു അവസരം നമുക്ക് അള്ളാഹ് തരുമോ നമുക്കറിയില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഇബാദത്തിലും നോമ്പുകളിലും നിസ്കാരങ്ങളിലൊക്കെ ഇഖ്ലാസ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ടിപ്സ് മഹാനവറുകൾ പറയുന്നത് എന്താ അപ്പൊ നീ സുബഹി നിസ്കരിച്ചില്ലേ, അത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരം, ഇനിയൊരു നിസ്കാരം ഇല്ല നിന്റെ ലൈഫിൽ എന്ന് ഒരു കൺസെപ്റ്റ് വെച്ച് നീ നിസ്കരിച്ചു നോക്ക്. ഏറ്റവും ലാസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു നോക്ക്, ഇഖ്ലാസ് ഉണ്ടാവും. പക്ഷെ മനസ്സ് തട്ടിപ്പോണം, ഞാൻ അടുത്ത നിസ്കാരത്തിന് ഞാനില്ല, ഉറപ്പിക്കണം, എന്നിട്ട് ചെയ്തു നോക്ക് എന്നതുപോലെ ഈ നോമ്പ് അടുത്ത നോമ്പിന് ഞാനില്ല, ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണ്, ഇനി അവസാനത്തെ റമദാനിലെ 10 ദിനങ്ങളാണ് എനിക്കുള്ളത്, ഇനി അടുത്ത റമദാനിന് ഞാനില്ല, നമുക്ക് ഉറപ്പില്ലല്ലോ. ആ ഒരു ഉറപ്പ് വെച്ച് ഒന്ന് ചെയ്തു നോക്ക്, ജീവിതത്തിൽ ഒരു ആത്മാർത്ഥത ഉണ്ടാവുന്നതാണ്. അപ്പൊ അങ്ങനെ സംഭവിച്ചു പോയ ദിനങ്ങളിൽ, കഴിഞ്ഞു പോയ ദിനങ്ങളിൽ ഉണ്ടായ അപാകതകൾ തിരുത്താൻ വീണ്ടും അല്ലാഹു തആല ഒരു അവസരം കൂടി തരികയാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന അതിമഹത്തായ ഒരു ദിനം നമ്മൾ സംഭവിച്ചു പോയ റമദാൻ മാത്രമല്ല, അതിലുള്ള 1000 മാസങ്ങളെക്കാൾ അല്ലേ ലൈലത്തുൽ ലൈലത്തുൽ ഖദ്ർ. അള്ളാഹനെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ ലൈലത്തുൽ ഖദ്റിനെ ഇറക്കി തന്നിട്ടുണ്ട്, എന്നിട്ട് അള്ളാഹനെ ചോദിക്കുക, എന്താ ലൈലത്തുൽ ഖദ്ർ നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, നമുക്ക് സുപരിചിതമായ ആയത്ത് നമ്മൾ ഒരുപാട് വഴുതു കേട്ടിട്ടുണ്ട്. 1000 മാസങ്ങളെക്കാൾ 1000 മാസങ്ങളെക്കാൾ 1000 മാസങ്ങളെക്കാൾ അതെന്താണ് എന്നൊന്നും ആഴത്തിൽ ചിന്തിച്ചു നോക്കിക്കണം. അപ്പൊ അത്രയും പവറുള്ള ഒരു ദിനങ്ങൾ, ഒരു രാത്രി നമുക്ക് അല്ലാഹു തആല നൽകുകയാണ്. ഒരു ജസ്റ്റ് അത് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ കൂടുതലൊന്നും അധ്വാനിക്കേണ്ട, കുറച്ച് സമയങ്ങൾ മാത്രം അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ സമയങ്ങൾ എന്ത് വേണം, അനാദരവുകളില്ലാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ചെയ്യുന്ന മൊത്തം ഇബാദത്തായി. ഒരു വിഷയം തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തായി, നല്ലതായി മാറി. നമ്മളൊരു ദിവസം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തെറ്റുകളേ ഇല്ലെങ്കിൽ പിന്നെ ആ ദിവസം എന്താണ്, നല്ലതാണ്. നമ്മളൊരാളൊരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങിയെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു രാവിലെ മുതൽ വൈകുന്നേരം ഒരാളെ ബോധമില്ലാതെ കഴുകുന്നു എന്ന് സങ്കല്പിക്കുക. അവൻ തെറ്റുകാരനാണോ? ആ നിമിഷം അവനക്ക് ഉപകാരപ്പെട്ടു എന്നല്ലേ പറയാൻ പറ്റൂ, കാരണം ഉപദ്രവമില്ലാതെയായി മാറി. അങ്ങനെയെങ്കിലും നമ്മളിതിനൊന്ന് സമീപിക്കേണ്ടത് ഇന്ന് മുതൽ പ്രതീക്ഷിക്കേണ്ടതാണ്. 21 നമ്മളൊക്കെ പൊതുവെ 27 സാധ്യത കൂടുതലുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും 27 ലൈലത്തുൽ ഖദ്ർ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. 27 ഒറ്റ രാവുകളിൽ പ്രതീക്ഷിക്കാം. സാധ്യത ഏറെ പറഞ്ഞതുണ്ട്, 23 പറഞ്ഞ ആളുകളുണ്ട്, മഹാന്മാരുണ്ട്. നബി തങ്ങളുടെ ഹദീസ് വെച്ചിട്ട് തന്നെ 27 പറഞ്ഞിട്ടുണ്ട്, 29 പറഞ്ഞിട്ടുണ്ട്. എല്ലാ രാവുകൾക്കും സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യണം, അധ്വാനിച്ചു തുടങ്ങണം, പ്രയത്നിച്ചു തുടങ്ങണം. ആ ഒരു കിട്ടണമെന്ന പ്രതീക്ഷയിൽ, കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ളതല്ല, കിട്ടണമെന്ന പ്രതീക്ഷയിൽ ആഗ്രഹത്തോടെ ഓരോ രാത്രികളും ഇന്ന് മുതൽ നമ്മൾ തുടങ്ങണം. കൂടുതലൊന്നും വേണ്ട, നേരം വെളുക്കണ വരെ ഹയാത്താക്കൊന്നും വേണ്ട, ഒരു പകുതിയിൽ കൂടുതൽ ഭാഗമെങ്കിലും ഒന്ന് ഹയാത്താക്കി
ബാക്കിയുള്ള ദിക്റും ചൊല്ലി കിടന്ന് ഉറങ്ങിക്കോ, എന്നാലും കിട്ടും കൂലിന്നാ. എന്നാലും ഹയാത്താക്കിയതിന്റെ ഫലം, ഹയാത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ആക്കണമെന്നില്ല, പകുതിയിൽ കൂടുതൽ ഭാഗമെങ്കിലും ഒരു രാത്രി 12-1 മണി വരെങ്കിലും ഒന്ന് ഹയാത്താക്കിയിട്ട് പിന്നെ ദിക്റ് ചൊല്ലി അങ്ങ് കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഒരാള് ദിക്റ് ചൊല്ലി പൂർണ്ണ വുദൂഓടുകൂടെ ദിക്റ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി കിടന്നു, അവൻ അത് കഴിഞ്ഞ് നേരം വെളുത്ത് എഴുന്നേൽക്കുന്നത് വരെയും ആ ദിക്റ് ചൊല്ലിയവനെ പോലെയാണെന്നല്ലേ നബി തങ്ങളുടെ ഹദീസില്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പൂർണ്ണ വുദൂഓടുകൂടെ തെറ്റുകളായ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായും ശരീരത്തെ മനസ്സിനെ അകറ്റി നിർത്തി ദിക്റുകളിൽ മുഴുകി അല്ലെങ്കിൽ സ്വലാത്തുകളിൽ മുഴുകി അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങി, അല്ലെങ്കിൽ ഖുർആൻ ഓതി അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങി, നേരം വെളുക്കണവരാ ഇബാദത്ത് ചെയ്ത ഫലമാണ് നമുക്ക്. അപ്പൊ നമ്മളെ ഹയാത്താക്കിയ പോലെ തന്നെയല്ലേ. അപ്പൊ അതില്ലാതെ പിന്നെ അതില്ലാന്ന് മാത്രമല്ല പിന്നെന്താ കാട്ടുന്നത്? അനാദരവുകളാ, വാക്കുകളാൽ, പ്രവർത്തനങ്ങളാൽ, കാഴ്ചകളാലൊക്കെ അനാദരവാണ്. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? പകലൊക്കെ അത്യാവശ്യം തരക്കടില്ലാതെ ഉറങ്ങും. റമദാൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പകലൊക്കെ അത്യാവശ്യം നല്ലോണം ഉറക്കം വരും, വെറുതെ ഇരുന്നാലും ഉറക്കം വരും. പിന്നെ രാത്രിയാണെങ്കിലോ അത് വലിയൊരു നിഅമത്തും കൂടിയാണ് സംഗതി, ഉപയോഗിക്കുന്ന ആളുകൾക്കാണെങ്കിൽ. കാരണം എന്താ, സാധാരണ ദിനങ്ങളിൽ നമുക്ക് രാത്രി കുറച്ച് കഴിഞ്ഞ് ഉറക്കൊഴിച്ചാൽ പ്രയാസം വരും അല്ലേ? പക്ഷെ റമദാനിന് ഉറക്കൊഴിക്കാനുള്ള ഒരു സാഹചര്യമാണ്, നമുക്ക് എത്ര വേണമെങ്കിലും ഉറക്കൊഴിക്കാം അല്ലേ? ഇന്നലെ നമ്മൾക്ക് എത്ര കിടന്നു? ഇപ്പൊ 12 മണി ഞാൻ കഴിഞ്ഞാൽ 12:30-1 മണിയോളം ആയിക്കഴിഞ്ഞാൽ ഞാൻ കിടക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചു വിവാദത്തിൽ അങ്ങനൊന്നും അല്ല കേട്ടോ. ഞാൻ കിടക്കുമ്പോൾ 1 മണിയോളം ആയിക്കഴിഞ്ഞു, അപ്പോൾ നമുക്കൊരു ക്ഷീണം തോന്നിയിട്ടില്ല, രാവിലെ നേരത്തെ ഒരു ക്ഷീണം തോന്നുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ശൈനിയത്ത് അല്ലാഹു തആല അവന്റെ കുദറത്തോട് നമുക്ക് തന്നിട്ടുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്താൽ മതി? എന്തെങ്കിലും ഒരു ദിക്റൊന്ന് ചൊല്ലിയാൽ മതി, അല്ലെങ്കിൽ തെറ്റില്ല. പക്ഷെ ആ സമയം വരെയും നമ്മൾ എന്ത് ചെയ്യണം? നോണ്ടുകയാണ്, കാണുകയാണ് അല്ലേ? നമ്മള് നമ്മുടെ കൈവെള്ളയിൽ ഹറാം ഇങ്ങനെ കൊണ്ട് നടക്കുക, അത് യഥേഷ്ടം നമ്മൾ അറിയാതെ പല രൂപത്തിലും ആകർഷിപ്പിക്കുകയാണ്. മാറി നിന്നോവണം. ഇനി ഞാൻ പറയുന്നത് അതാണ്, ഇന്നത്തെ ദിനങ്ങളിലൊക്കെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അനാദരവ് കാണിക്കണം, ധിക്കാരം കാണിക്കണം, അത് ഗൗരവം ഏറെയാണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇസ്തിഗ്ഫാറുകൾ ഇങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലുമ്പോൾ ഖൽബിൽ എന്ത് ചെയ്യണം? റബ്ബേ, ഞാൻ ചെയ്ത പാപങ്ങൾ പുറത്തു തരണേ എന്ന് പറഞ്ഞ് ആ മഗ്ഫിറത്തിന്റെ പത്തിൽ ഒരു പാപങ്ങളെങ്കിലും നമ്മൾ മാപ്പാക്കിയിട്ടുണ്ടാവും. ഉണ്ടെന്ന് അവകാശപ്പെടാനുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. കാരണം മനസ്സറിഞ്ഞ് ഇന്ന് വരെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇത്രയും ദിവസത്തില് നമ്മൾ ദുആ ചെയ്തു, ഇവിടുന്ന് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്നുണ്ട്. അല്ലാതെ മനസ്സറിഞ്ഞ് റബ്ബേ ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നീ പുറത്തു തരണമെന്ന് മനസ്സറിഞ്ഞ് റബ്ബിനോട് പറഞ്ഞവർ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും. ഒരു ഓളത്തിൽ ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകലാണ് പോരാ. കാരണം എന്താണ്? ദുനിയാവല്ല നമ്മുടെ ലക്ഷ്യം. കാരണം എന്താ? അടുത്ത നിമിഷം, ഏത് നിമിഷത്തിലും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ലൈഫുണ്ട്. ആ ലൈഫിൽ നമ്മൾ ഈ ചെയ്തതൊന്നും ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ സമ്പാദിച്ചതോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞതും കൂട്ടിയതൊക്കെ നമുക്ക് വലിയ ഭാരമായിട്ട്, കണ്ടതും പറഞ്ഞതും കേട്ടതൊക്കെ വലിയ ഭാരമായി വരിക. അപ്പൊ അതൊക്കെയും പ്രയാസകരമായി മാറുകയാണ്. ആ സമയത്ത് ഏറ്റവും നല്ലത് എന്താ? കുറച്ച് ദിക്റ് ചൊല്ലുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇനി തെറ്റ് ചെയ്തില്ലെങ്കിൽ, ദിക്റ് ചൊല്ലിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? മിണ്ടാതിരുന്നാൽ മതി, ഹറാമ് കാണാതിരുന്നാൽ മതി. ഫോൺ അവിടെ എടുത്ത് വെക്ക്, ഈവത്തും നമീമത്തും പറയാതെ ഒന്നും ഉണ്ടാതെ വെക്ക്. നീ ദിക്റും സലാത്തും ചെല്ലണ്ട, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ആദരിച്ചു നിന്ദിച്ചില്ലാന്നെങ്കിലും വരൂലേ? അപ്പൊ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ലൈലത്തുൽ ഖദറിന്റെ ദിനങ്ങളാണ്. ഇന്നിപ്പോ അത് കഴിഞ്ഞു, മറ്റൊരു ദിനം ഇത് വരികയാണ്. ആ ലൈലത്തുൽ ഖദർ പരിശുദ്ധ ഖുർആൻ ഇറക്കാൻ വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ച ദിവസമാണ്. അപ്പൊ അത്രമേൽ മഹത്വമുള്ളതാണ്, ഖുർആനുമായിട്ട് ബന്ധമുള്ളതാണ്. എന്നതിന് പുറമെ ഈ അവസാനത്തെ ലൈലത്തുൽ ഖദർ ഉൾപ്പെടുന്ന രാവ് അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ദിനങ്ങൾ, ആ ദിനങ്ങളിലാണ് നരകമോചനത്തെ തേടാൻ വേണ്ടി അല്ലാഹു തആല കൂടുതലായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 10 മഗ്ഫിറത്തിന്റെ, ആദ്യത്തെ റഹ്മത്തിന്റെ, രണ്ടാമത്തത് മഗ്ഫിറത്തിന്റെ, അവസാനത്തത് ലൈലത്തുൽ ഖദർ ഉൾപ്പെടുന്നതാണ്. ആ ഉൾപ്പെടുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാ ചോദിക്കേണ്ടത് അല്ലെ? ഏറ്റവും മഹത്വമേറിയ ഒരു ഇത് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വസ്തുവയാണ് റബ്ബ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്? സ്വർഗം കിട്ടുന്നതിനേക്കാൾ നരകത്തിൽ കടക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം. എന്നിട്ടാ പിന്നെ പറയണത് എന്നിട്ട് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തുന്ന ആ പറയുന്നൊരു വേർഡ് നിങ്ങൾ ചിന്തിച്ചുക്കണം. നമ്മളെന്താ പറയുക? അല്ലാഹു മഅ്തഖിനി
എഴുത്തൊക്കെ ചെല്ലണം, എന്നെ നരകത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിക്കണം. കാരണം നമ്മളിപ്പോൾ ഒക്കെ അതിന്റെ പ്രവർത്തകരാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി ചിന്തിച്ചതുപോലെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും നരകത്തിന് വേണ്ടിയാണ്. നമ്മൾ പറയുമ്പോൾ സ്വർഗത്തിന്റെ ആളുകളാണ്, തറവാട് സ്വർഗമാണ്, നമ്മളൊക്കെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാ? മുഴുവനും നരകം എത്രത്തോളം പെട്ടെന്ന് കിട്ടുമോ, എത്രത്തോളം ഉഷാറായിട്ട് കിട്ടുമോ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മത്സരിച്ച് ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിക്കേണ്ടത്, കാരണം നമ്മൾ ഓൾറെഡി നരകത്തിന് വേണ്ട പ്രവർത്തനങ്ങളിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിൽ നിന്നുള്ളൊരു മോചനം ആദ്യം തേടണം. അല്ലെങ്കിൽ ഫസ്റ്റ് സ്വർഗത്തിന് മുൻഗണന നൽകിയിട്ടില്ല, അവിടെ നരകത്തിൽ നിന്ന് മോചനമാണ് വേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് സ്വർഗത്തിന്. അപ്പൊ തന്നെ മനസ്സിലായി ഇതിന് രണ്ടിന്റെ ഇടയിൽ വേറെന്തോ ഒന്നുണ്ട്. പക്ഷെ അതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ നരകത്തിൽ നിന്നുള്ള നമുക്ക് മോചനം കിട്ടിയേ മതിയാകും, മിനന്നാറ് ലഭിച്ചേ മതിയാകും. കാരണം നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ തിക്തഫലം ഏറ്റവും അവസാനം അതാണ്. അത് നമുക്ക് താങ്ങാൻ കഴിയോ, സഹിക്കാൻ കഴിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നരകത്തിന് വേണ്ടി നീ തെറ്റ് ചെയ്യുമ്പോൾ, നീ പ്രവർത്തിക്കുമ്പോൾ നിനക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമോ, എത്രത്തോളം താങ്ങാൻ കഴിയുമോ അതിനനുസരിച്ച് നീ ചെയ്തോളൂ. കൂടുതലൊന്നും ചെയ്യണ്ട. നമുക്ക് താങ്ങാൻ കഴിയുന്നതനുസരിച്ച്, സഹിക്കാൻ കഴിയുന്നതനുസരിച്ച് ചെയ്താൽ മതി. നരകം എന്താണ് എന്നുള്ളത് പഠിക്കും. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സൂറത്തിൽ നരകത്തെ കുറിച്ച് പറയുന്നു. ഒരുപാട് സൂറത്തുകൾ, ചെറിയ ചെറിയ സൂറത്ത് മുതൽ വലിയ വലിയ സൂറത്തുകളിലൊക്കെ നരകത്തിന്റെ ഭീകരത ഇതൊക്കെ കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞ മഹാന്മാരുണ്ട്. നരകത്തിന്റെ അദാബുകളെ കുറിച്ച് പറഞ്ഞ് പർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്രയും ഭീകരതയാണ്, അവർക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒന്നും വേണ്ട, നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ അല്ലെ? നമ്മൾ സ്ഥിരം ഓതിയാൽ ദാരിദ്ര്യ നിർമാർജന സൂറത്താണ്. ദാരിദ്ര്യ നിർമാർജനം ചെയ്യുന്ന സൂറത്ത്. സ്ഥിരമായിട്ട് ആ സൂറത്ത് പതിവാക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ എന്തുണ്ടാവൂല? ദാരിദ്ര്യം ഉണ്ടാവൂല. ദാരിദ്ര്യം പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ദാരിദ്ര്യം ഏതാ? ഭക്ഷണം കഴിക്കാനില്ല, പിന്നെ വസ്ത്രം എടുക്കാനില്ല, അങ്ങനെ ദരിദ്രര് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്ന് ഉടക്കുന്നത് എന്താ? അതല്ലേ, ആ ചിത്രമല്ലേ? തിന്നാനില്ലാതെ, കുടിക്കാനില്ലാതെ, വീടില്ലാതെ. ഇവിടെ പറയുന്ന ആ ദാരിദ്ര്യം. നമ്മളൊക്കെ ദരിദ്രന്മാരാ. കാരണം കിട്ടിയത് തികയണില്ല. ഉണ്ടോ? കിട്ടിയത് തികയണുണ്ടോ? അപ്പൊ നമുക്കുള്ള ആകെയുള്ള പ്രശ്നം എന്താ? ജോലിയുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്നും മതിയാവണില്ല. നമ്മളൊക്കെ ദരിദ്രത. ആ ദാരിദ്ര്യ പ്രശ്നം. ഇപ്പൊ നമ്മളൊക്കെ എന്താ? ഒന്നും നമുക്ക് തികയുന്നില്ല. അപ്പൊ വീണ്ടും നമ്മൾ ബാധ്യതയിലും വീണ്ടും ചുറ്റുപാടിലും കൂടി പോവുകയാണ്. അപ്പൊ ദാരിദ്ര്യം പറഞ്ഞാൽ നമ്മളൊക്കെ മറ്റേ ദാരിദ്ര്യത്തിലേക്ക് പോകണ്ട. അപ്പൊ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുന്നത് അതിലുള്ള ഒന്ന് ബറക്കത്തില്ലായ്മയാണ്. അതൊക്കെ ഇത് നേടിത്തരും. അങ്ങനെ സ്ഥിരമായി വീടുകളിൽ ഓതാൻ പറഞ്ഞ സൂറത്തുകളിലാണ് ഒന്ന് സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ദുഖാൻ. ഇതിലൊക്കെയും പറയുന്നത് എന്താ? നരകത്തെ കുറിച്ചാണ്. എല്ലാ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തുടക്കം തന്നെ അവിടെ പറഞ്ഞിട്ട് ആഖിറത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നിങ്ങൾ ആരെങ്കിലും നല്ലത് ചെയ്താൽ അതിനനുസരിച്ച് ചെയ്യും. എന്നിട്ട് ആ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം വബിഇസൽ മസീർ. വലില്ലദീന കഫറൂ, നമ്മളെ ഒറ്റടിക്ക് അർത്ഥം വെക്കുന്നത് കാഫിര്യങ്ങളായ ആളുകൾ. കാഫിര്യങ്ങൾക്ക് നരകമുണ്ട് എന്നുള്ളതിന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? കാഫിര്യങ്ങൾക്ക് നരകാണെന്നുള്ളതിന് പ്രത്യേകിച്ച് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ മഹപ്പ വലില്ലദീന കഫറൂ ബിറബ്ബിഹിം, അവിടെ തന്നെ നോക്കണം. വലില്ലദീന കഫറൂ, ഒരു വിഭാഗക്കാർ കഫറൂ, അവര് കാഫിറായി. നമ്മൾ പൊതുവെ അർത്ഥം വെക്കുക പഴതൊക്കെ പറയുമ്പോഴേ. അപ്പൊ കാഫിറായ ആളുകൾക്ക് ഒരു നരകം ഉണ്ടെന്നും അതിൽ ശിക്ഷ ഉണ്ടെന്നും പ്രത്യേകിച്ച് പഴത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ കഫറ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം നിഷേധികൾ എന്നാണ്. നിഷേധികളായ ആളുകൾ. അള്ളാഹുവിനെ നിഷേധിക്കുമ്പോൾ അവൻ കാഫിറായി. അതിനാണ് കാഫിർ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു വലില്ലദീന കഫറൂ ബിറബ്ബിഹിം, റബ്ബിനെ നിഷേധിച്ചത്, റബ്ബിന്റെ വാക്കുകളെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ. കാഫിര്യങ്ങൾ മാത്രമല്ല, നമ്മളും നിഷേധികളാണ്. അപ്പൊ അവിടെ പറഞ്ഞത് ആ കാഫിര്യങ്ങളെ കുറിച്ചല്ല. അങ്ങനത്തെ നിഷേധികളായ ആളുകൾക്ക് വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം,
നരകത്തിൽ ആദാബുണ്ട്. ബിഇസൽ മസീർ, അവിടെ ചെന്ന് വലിയ പ്രയാസ, നമ്മൾ ഉദ്ദേശിച്ചതുപോലെയല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ ആയത്തുകൾ പറയുന്നത് നമുക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടി. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിഇസൽ മസീർ ഇദാ ഉൽഖൂ ഫീഹാ സമിഉ. അല്ലാഹു തആല ഇദാ ഉൽഖൂ, ഈ നിഷേധികളായ ആളുകളെ നരകത്തിലേക്ക് ഇടുമ്പോ സമിഉ, അവർ കേൾക്കും. ബാക്കി സമഉ ലഹാ ഷഹീഖൻ, ലഹാ, ആ നരകത്തിന് ഷഹീഖൻ, ഒരു ആർത്തിരമ്പലുകളുണ്ട്, ഒരു തിളച്ചു മറിയലുകളുണ്ട്, ഒരു അട്ടഹാസമുണ്ട്, പേടിപ്പെരുത്തലുകളുണ്ട്. തീയിന്റെ ഒരു തിളച്ചു മറിയലൊന്ന് സങ്കല്പിച്ചു നോക്കിയ. വീട്ടിലൊക്കെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തിൽ ആ ഭക്ഷണങ്ങൾ തിളച്ചു മറിയുന്ന ഒരു ഒച്ചല്ലേ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ വരുന്നില്ലേ? ആ സ്ഥാനത്ത് തീയാണ് തിളച്ചു മറിയുന്നതെങ്കിൽ നമുക്കൊക്കെ ചിലപ്പോൾ അതറിയും. കാരണം ഈ അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടിയൊലിച്ച് ലാവകളൊക്കെ തിളച്ചു മറിയുന്നതിൻ്റെ ഒക്കെ ശബ്ദങ്ങളും വീഡിയോസുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കാണുന്ന ആളുകളാണ് നമ്മൾ. എന്നതുപോലെ ഒരു നരകത്തിന്റെ ആർത്തിരമ്പലുകൾ, തിളച്ചു മറിയലുകൾ അവർ കേൾക്കും. അങ്ങോട്ട് എത്തിയിട്ടില്ല, പോകുമ്പോ തന്നെ ഇതൊന്നും അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? ആ ഒരു ഇരമ്പലുകൾ നമ്മൾ എത്രത്തോളം ഡിസ്റ്റർബ് ആക്കും. ഒന്നും വേണ്ട, കൂടുതൽ എന്തിനാ പറയുന്നത്, ഒരു രാത്രി സമയത്തിൽ അല്ലെങ്കിൽ വിചാരം ഒറ്റക്ക് രാത്രിയിൽ നമ്മൾ കുറച്ചൊരു മഴക്കുള്ള സമയത്തിൽ കടൽക്കരയിൽ പോയി നിന്നുള്ള അവസ്ഥ എന്താ? പേടിയാവൂലേ? അതിൻ്റെ ആ ഇരമ്പല് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പേടിച്ചു പോകില്ലേ? എന്നാൽ അതൊന്നുമല്ല, അത് നമുക്കൊന്നും സങ്കല്പിക്കാൻ ഞാൻ പറഞ്ഞതാ. അതിനേക്കാൾ ഗൗരവമുള്ള രൂപത്തിൽ നരകം അട്ടഹസിക്കുകയാണ്. ഞാൻ ആ ആയത്ത് മാത്രം എടുത്തു പറയാനുള്ള കാരണം ബാക്കി ഒരുപാട് സൂറത്തുൽ വാഖിയ നമുക്കൊന്ന് പറയാനുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഹുമുസ ചർച്ച ചെയ്യാനുണ്ട് നരകത്തിന്റെ. അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ ലഹു ഷഹീഖൻ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈദി കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹു. ആളുകളെ, നിഷേധികളായ ആളുകളെ സെക്ഷനുകളായി ഓരോ വിഭാഗക്കാരായി ആ നരകത്തിലേക്ക് ഇടുമ്പോ നരകാവകാശി ആ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ വല്ലാതെ കരഞ്ഞു പോകും, വല്ലാതെ പേടിച്ചു പോകും, കരഞ്ഞു പോകും. അപ്പോ ഫസഅലഹും, അവരോട് ചോദിക്കും. ഈ നരകത്തിലേക്ക് പോയിട്ട് പേടിപ്പെരുക്കുമ്പോ നരകത്തിലേക്ക് ഇടുന്ന സമയത്തില്, ഭയപ്പാടുണ്ടാകുന്ന സമയത്തില്, പേടിച്ച് എന്നെ ചെയ്യരുത്, എന്നെ അതാകാക്കരുത്, ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ആളുകൾ വല്ലാതെ വെപ്രാളപ്പെടും, പേടിച്ചു പോകും. അങ്ങനെ പേടിച്ചു പോകുമ്പോ ഫസഅലഹും, അവരോട് ചോദിക്കപ്പെടും. ഖസനതുഹാ അലം യഅതികും നദീർ. സബാനിയത്തിന്റെ മലക്കുകൾ, അദാബിന്റെ മലക്കുകൾ, നരകത്തിലേക്ക് വർക്ക് ചെയ്യുന്ന മലക്കുകൾ ചോദിക്കും, നീ എന്തിനാ ഇപ്പൊ കിടന്ന് നിലവിളിക്കുന്നത്? നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ അട്ടഹസിക്കുന്നത്? നീ എന്തിനാ ഇപ്പൊ പേടിപ്പിക്കുന്നത്? അലം യഅതികും നദീർ, ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലേ? എനിക്കിതിനെ കുറിച്ച് ആരും പറഞ്ഞു തന്നിട്ടില്ലേ? ഇതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്ന ആരും നിന്റെ മുമ്പിൽ വന്നിട്ടില്ലേ? ചെയ്തു കഴിഞ്ഞാൽ, തോന്നിവാസം ചെയ്താൽ അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്താൽ അതിനുള്ള ശിക്ഷ ഇങ്ങനെയാണെന്നും നന്മ ചെയ്താൽ എന്താണെന്നും പറഞ്ഞു തരാനുള്ള മുന്നറിയിപ്പുകാർ വന്നിട്ടില്ല. ആരും നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. ആദ്യമായിട്ട് കേൾക്കുകയാണോ? ആദ്യമായിട്ട് കാണുകയാണോ? അലം യഅതികും നദീർ. സബാനിയത്തിന്റെ മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം പരിശുദ്ധ ഖുർആൻ എടുത്ത് പറയാ. ഞാൻ അപ്പോഴും പറഞ്ഞില്ലെന്ന് നമ്മൾ പറയില്ലേ? എന്നോട് ഫസ്റ്റേ പറഞ്ഞല്ലേ ചെയ്യണ്ടെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ? ഇല്ലേ? അള്ളാഹ് മലക്കുകളെ കൊണ്ട് ചോദിപ്പിക്കാൻ അലം യഅതികും നദീർ. അപ്പൊ പറയുന്നൊരു മറുപടി ഉണ്ട്. ഖാലൂ ബലാ. ഈ ആളുകൾ പറയത്ര, അതെ വന്നു, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നു. ഖാലൂ ബലാ, എന്താണ്? ഖദ് ജാഅനാ നദീറുൻ, ഞങ്ങളിലേക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടുണ്ട്, വഅദ് പറയുന്ന ആളുകൾ വന്നിട്ടുണ്ട്, ഖുർആൻ ഓതി കൃത്യമായി പറഞ്ഞു തരുന്ന ആളുകൾ വന്നിട്ടുണ്ട്, കൃത്യമായി സ്വർഗ നരകത്തെയും പടച്ചുറപ്പിനെയും കുറിച്ച് വർണ്ണിച്ചു തരുന്ന ആളുകൾ ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഖാലൂ ബലാ ഖദ് ജാഅനാ നദീറുൻ ഫകദ്ദബ്നാ, ഞങ്ങൾ അവരെ കളവാക്കി കളഞ്ഞു. ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ അള്ളാഹിനോടല്ലേ ഞങ്ങൾ തീർത്തോളാ, നിങ്ങൾ അത് മൂല്യന്മാരുണ്ടാക്കി പറയേണ്, നിബിതന്മാരുണ്ടാക്കി പറയേണ്,
ഇമാമിങ്ങൾ വെറുതെ ഒരു ഗസ്റ്റിന് പറഞ്ഞു വിടുകയാണ്. ഞങ്ങൾ അപ്പൊ അങ്ങനെ പറഞ്ഞു, അഹങ്കാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്നോ പൊങ്ക് കാണിച്ചിട്ട് പറഞ്ഞു, മൂപ്പരുടെ പണിയെടുത്താ പോലെ, ഞങ്ങൾ അള്ളാഹിനോട് ഞങ്ങൾ തീർത്തോളാം. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഫകദ്ദബ്നാ, അവര് പറഞ്ഞതിന് ഞങ്ങൾ കളവാക്കി. അവര് പറഞ്ഞു, ഓരോന്നും കൃത്യമായി വിശദീകരിച്ചു തന്നു. ഖുർആന് വെച്ച് ഹദീസ് വെച്ച് കൃത്യമായി വിശദീകരിച്ചു തന്നു. പക്ഷേ ഞങ്ങൾ കേട്ടില്ല. അഹങ്കാരം കൊണ്ട് ഫകദ്ദബ്നാ, ഞങ്ങൾ അവരെ കളവാക്കി കളഞ്ഞു. എന്നിട്ടോ ബാക്കി ഫകദ്ദബ്നാ വഖുൽനാ, ഞങ്ങളത് കളവാക്കി എന്ന് മാത്രമല്ല വീണ്ടും ഞങ്ങൾ പറഞ്ഞു വഖുൽനാ, കേട്ടില്ല. ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, അല്ലാഹ് അങ്ങനത്തെ ഒന്നും ഇറക്കിയിട്ടില്ല, അല്ലാഹ് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യൂല. കാരണം അള്ളാഹിനോട് ഡയറക്റ്റ് ബന്ധമുള്ള ആളുകളല്ലേ ഈ മഹാന്മാർ. ആര്? ഈ ഇങ്ങനെ അഹങ്കാരം കാണിച്ചു നടക്കുന്ന ടീംസ്. അവര് പറയാ അങ്ങനെ ഒന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഇതൊക്കെ അയാളുടെ വക എടുത്തിട്ട് പറയാണ്, അല്ലെങ്കിൽ അവര് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി പറയാണ്. നിങ്ങൾ ആ വഴികേടുത്തരത്തില് നിങ്ങൾ മര്യാദയ്ക്ക് ഞങ്ങൾ പറയണ മാതിരി കേട്ടാ മതി. ഭയങ്കര ഒരു ആയത്തത്. ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വരുന്ന ചിന്തകൾ പടച്ചറബ് കൃത്യമായി സൂറത്തുൽ മുൽക്കിലൂടെ പറയുന്നുണ്ട്. ചോദിക്കാണ്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, നിങ്ങൾ എന്താ തിരിച്ചു പറഞ്ഞത്? ഇപ്പൊ നമ്മൾ പറയുന്ന ഡയലോഗാ അല്ലേ? നമ്മള് മുപ്പരുടെ പണിയെടുത്താൽ പോരെ, മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ല, അതൊക്കെ വെറുതെ പറയാം. അപ്പൊ മൗലവിമാര് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പൈസ ഉണ്ടാക്കാൻ പേരിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും ഞാൻ കണത്തിൽ കൊടുത്തും വേണ്ട. അങ്ങനെ പൈസക്ക് വേണ്ടിയിട്ട് വയലു പറയുന്ന മഹാന്മാർ കൂടുതലാണെന്ന് യൂട്യൂബിലൂടെയും അല്ലാതെയും, അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ എല്ലാവരെയും ആ കണത്തിൽ കൊടുത്തും വേണ്ട അല്ലേ? പൈസക്കാണ്, അതൊക്കെ വെറും തട്ടിപ്പാണ്. നീ കേൾക്കണ ആരോടും പോയിട്ട് പറയാ, അപ്പൊ ഒരാളത് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് വല്ല കാറ്റും ഉണ്ടാ? മൂല്യന്മാരല്ലേ പറഞ്ഞ് പൈസക്ക് പറയാണ്, അള്ളാഹിനോടല്ലേ നമുക്ക് തീർത്തോളാം. അല്ല എത്തിക്കും നദീർ, എന്ത് മറുപടിയാണുള്ളത്? ഇത് മൂല്യന്മാരുടെ കാര്യം. നദീർ എന്ന് പറഞ്ഞ മുന്നറിയിപ്പുകാർ മൂല്യന്മാരല്ല കേട്ടോ, അത് നബിമാരാണ്. മുന്നറിയിപ്പുകാരാണ് നബിമാരാണ്, ഇമാമിങ്ങളാണ്. അവര് പറഞ്ഞു തന്നതിനെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മീഡിയേറ്റർ മാത്രമേ ഉള്ളൂ പഠിച്ചതായ ആലിമീങ്ങൾ. ആ മീഡിയേറ്റർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അവരാണ് ആദ്യം കൊടുക്കുക. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന ആളുകൾ കത്ത് എഴുതുന്നത് ഞാനാണ്, എഴുതപ്പെടുന്നത് നിങ്ങളിലേക്കാണ്. എത്തിച്ചു തരുന്ന ഒരു ശിപായി ഉണ്ട്, കൃത്യമായ അഡ്രസ്സിൽ കൃത്യമായ രൂപത്തിൽ കൃത്യമായ സമയത്തിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചെന്നിട്ടില്ലെങ്കിൽ ആരുടെ പണി പോവും? ശിപായിന്റെ, പോസ്റ്റ്മാന്റെ പണി പോകും. അവനാ കുറ്റക്കാരനാകുക, എഴുതിയവനും കൊണ്ടവനും അല്ല. എന്നതുപോലെ ഇത് കൃത്യമായിട്ട് പഠിച്ച ആളുകൾ, പണ്ഡിതന്മാർ അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചെന്നിട്ടില്ലെങ്കിൽ പണ്ഡിതന്മാരുടെ പണി, ഐ മീൻസ് പണിപൂർണ്ണപ്പെടുത്ത ഇമാമിന്റെ പണി പോകുന്നല്ല പറഞ്ഞത്, ടോട്ടലി പണി പോകും. അപ്പൊ അത് ബോധമുള്ള ആളുകൾ കൃത്യമായിട്ട് പറയും, അല്ലാത്ത ആളുകൾ ചിലപ്പം പറയുന്നുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ആ കടത്തിൽ കൊടുത്തും വേണ്ട, തള്ളിക്കളയണ്ട. ഞാൻ പറഞ്ഞതിന്റെ രത്നചുരുക്കം മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹ് ചോദിക്കുന്നതിന് കൃത്യമായിട്ട് അല്ല മേഘത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ആളുകൾ പറയുന്നത് വന്നിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അപ്പോഴൊക്കെ പറഞ്ഞു അത് അവർ വെറും പൊട്ടത്തരം പറയാണ്, കളവ് പറയാണ്. അള്ളാഹ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, അള്ളാഹ് അങ്ങനൊന്നും ചെയ്തിട്ടില്ല, അള്ളാഹ് അങ്ങനൊന്നും ബാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട്. വഖാലൂ, വീണ്ടും അവര് പറയുന്നു, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ, റബ്ബേ ഞാൻ അതൊന്ന് കേട്ടിരുന്നെങ്കിൽ, അന്നാ പറഞ്ഞത് ഞാനൊന്ന് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, ഞാനൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. ഇവിടെ ഈ ബുദ്ധിമുട്ടില്ലല്ലോ. പക്ഷെ ഞാൻ അപ്പൊ കളവാക്കി കളഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അതിനോട് ഈ ആയത്തന്നെ ഞാൻ എടുത്തു ഓതാൻ കാരണം, ഇനി നരകത്തിന്റെ ബാക്കി വരാൻ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയിക്കേണ്ട ബാധ്യതയല്ലേ? അതുകൊണ്ട് വരുന്ന ദിനങ്ങൾ നരകത്തിൽ നിന്ന് മോചനം നേടണം എന്നുള്ള നിയ്യത്തിൽ തന്നെ വേണം പ്രവർത്തിക്കാൻ. ഇനിയുണ്ട് നരകത്തിന്റെ ഓരോ വേർഷനുകളുണ്ട്. നരകത്തിൽ 7 തട്ടുകളാണുള്ളത്. നരകത്തിൽ 7 തട്ടുകളാണുള്ളത്, 7 പേരുകളിലായിട്ട്. ആ 7 പേരും പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ജഹന്നം, ഹുമുസ, അതുപോലെ തന്നെ സൂറത്തുൽ ഖാരിയയിൽ പറയുന്നുണ്ട് മാഹിയ. അങ്ങനെ 7ഓളം പേരുകൾ പറയുന്നുണ്ട്. ആ 7ലും വ്യത്യസ്തമായ ശിക്ഷാമുറകളാണുള്ളത്. ഭീകരമാണ്. ഇന്നൊക്കെ നമ്മളത് പബ്ലിക്കിൽ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലിട്ട് ചർച്ച ചെയ്തിട്ട് അല്ലേ, 6-ാം നൂറ്റാണ്ടിനെ കുറ്റം പറയുന്ന മഹാന്മാരാണ്.
പക്ഷെ ഒക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അപ്പൊ ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ പോയിട്ട് തള്ളിക്കളയേണ്ടതില്ല. പരിശുദ്ധ ഖുർആനാണ്, അല്ലാഹു തആലയുടെ കലാമ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ്. കലാം എന്ന് പറഞ്ഞ സംസാരം കൊണ്ട് അള്ളാനെ കളവാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഗൗരവത്തിൽ മനസ്സിലാക്കി അവശേഷിക്കുന്ന ദിനങ്ങൾ 10 ദിനങ്ങളാണ്. ഉണ്ട് എന്ന് നമുക്ക് 10 ദിനങ്ങൾ റമദാനിലുണ്ട്, നമുക്കുണ്ടോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടുള്ള ദിനങ്ങൾ പൂർണ്ണമായും പടച്ചറബിന്റെ പൊരുത്തത്തിലാക്കി മാറ്റി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് അപ്പോഴാണ് ഇമാം ഷിബിലി റഹ്മത്തുള്ളാഹി അലൈഹി ചിന്തിച്ച് എവിടെയാ ഏതാ ഉൾക്കൊള്ളാൻ കഴിയുന്നു. സൂറത്തുൽ ഹുമസയിൽ പറയുന്നുണ്ട്. ഏതാണ് സൂറത്തുൽ ഹുമസയിലെ വമാ അദ്റാഅല വൈലുൽ കുല്ലി ഹുമസത്തുൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുൻബദന്ന ഫിൽ ഹുതമ. ഹുതമയിലേക്ക് അവർ എറിയപ്പെടും. ആരാ എറിയപ്പെടുന്ന ടീംസ്? അതിലൊക്കെ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്നുള്ള ഗൗരവത്തിൽ ചിന്തിക്കണം. വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മുഖദ അല്ലതി തത്തലിഉ അലൽ അഫിദ. ഹൃദയാന്തരങ്ങളിലേക്ക് പടർന്നു പന്തലിക്കുന്ന തീ. നമ്മളിവിടെ വീട്ടിൽ ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നില്ലേ, ഒരു തീ എടുത്തൊന്ന് ഒന്ന് കൈവെള്ളയിൽ വെക്കാൻ പറ്റുമോ? വെച്ചപ്പോ 10 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അടിയിലേക്കൂടെ വരുമോ? ഇല്ല. വരുമോ? ഇല്ല. എന്നാ വെച്ച് നിൽക്കാൻ പറ്റുമോ? അല്ലദീ തത്തലിഉ അലൽ അഫ്ഇദ. ഹൃദയാന്തരങ്ങൾ. കാരണം ഒരു തലക്കന്ന് അങ്ങോട്ട് തട്ടുമ്പോഴേക്ക് പടർന്ന് പന്തലിക്കുന്ന ഉരുകി ഒലിക്കുന്ന തീയാണ്. കാരണം ഇവിടെയുള്ള തീ ഏതാ? അതാ ഞാൻ പറഞ്ഞ നരകത്തിനെ കുറിച്ച് ഭയങ്കരാന്ന് പറയാനുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന തീ ഏതാ? 70% നരകത്തിലെ തീയിലെ 70% ദുനിയാവിലേക്ക് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്ന ശൈലി എങ്ങനെയാ? ജിബ്രീൽ അലൈഹിസ്സലാം എത്തിച്ചത് എങ്ങനെയാ? എത്ര നിർവീര്യമാക്കിയിട്ടാണ് അതിനങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്? എങ്കിൽ ഇതിനെക്കാട്ടിൽ 69 ഇരട്ടി തീ നരകത്തിലുണ്ടെങ്കിൽ അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു. ഇതൊക്കെ ഖുർആനാണ്. ആ നരകത്തിനെ മഹ്ശറയിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. ചങ്ങലകളാൽ ബന്ധിച്ചിട്ട് മലക്കുകളെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗമൊക്കെ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ചങ്ങലകളിൽ കോർത്തുകൊണ്ട് അതിലേക്ക് ആളുകൾ ഇടുന്ന രംഗം പറയുന്നുണ്ട്. അതിന്റെ ഓരോ തട്ടുകളും ഓരോ സെക്ഷനുകളും പറയുന്നുണ്ട്. അവിടെയുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും പറയുന്നുണ്ട്. ഇതെല്ലാം ആർക്കാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആർക്കാണെന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തനങ്ങൾ. എന്നെ കുറിച്ച് എന്നോടാട്ടാ ഞാൻ പഴയത് പറയുന്നത്. അള്ളാഹു തആല നന്നാവാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് കഴിയും. അപ്പൊ ഇത് ഷിബിലി ചിന്തിച്ചപ്പോൾ, ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ചിന്തിച്ചപ്പോൾ തോന്നി, ഞാനിങ്ങനെ നിന്നിട്ടുള്ള അവസ്ഥ എന്താ? എന്നെ കൊണ്ട് കഴിയില്ല, പിന്നെ കഴിയാത്ത കാര്യം ഞാൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ആ മഹാനവറുകൾ മാറി ചിന്തിച്ചത്. അങ്ങനെ ഒരു ചിന്ത അള്ളാഹു തആല നമ്മൾക്കും നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ട് നമുക്കൊരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധ റമളാൻ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ റഹ്മാനെ. പ്രതികൂലമാക്കല്ല തമ്പുരാനെ, പരീക്ഷണമാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ റമളാനിൽ സംഭവിച്ചു പോയ അപാകതകളൊക്കെ നീ പുറത്ത് ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നോമ്പുകളും നിസ്കാരങ്ങളും ഇഅ്തികാഫുകളും ഖിറാഅത്തുകളും ഹദിയകളും ഇഫ്താറുകളും എല്ലാം നിന്റെ പൊരുത്തത്തിലായി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഒന്നും നീ തട്ടിക്കളയല്ല റഹ്മാനെ. അവശേഷിക്കുന്ന ദിനങ്ങൾ പൂർണ്ണമായും ഇബാദത്തുകളിലായി നിന്റെ തൃപ്തിയിലായി വിനിയോഗിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ലൈലത്തുൽ ഖദ്റിൽ പ്രതീക്ഷിക്കുന്നവരിൽ ഞങ്ങളെ കുടുംബങ്ങളെ, ലൈലത്തുൽ ഖദ്റിൽ ലഭ്യമാകുന്നവരിൽ ഞങ്ങളെ കുടുംബങ്ങളെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ. പിശാചിന്റെ ദുർബോധനത്തിൽ നിന്ന് മാറി പൂർണ്ണമായും ഇഖ്ലാസോടെ ഇബാദത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ കഴിവും തൗഫീഖും നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് പാപമോചനം നൽകണേ റഹ്മാൻ. നിന്റെ കാരുണ്യം കൊണ്ട് നരകമോചനം നൽകണേ റഹ്മാൻ. അല്ലാഹു ഈ പാപികളോട് കരുണ കാണിച്ച് ഞങ്ങളിൽ നിന്ന് വന്നുപോയ അപാകതകൾ മുഴുവനും എല്ലാം നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാൻ. അല്ലാഹു ഇനി ഞങ്ങളെ തെറ്റിലേക്ക് മടക്കി പരീക്ഷിക്കല്ല റഹ്മാൻ. അല്ലാഹുവേ, നല്ല ഈമാനിന്റെ ചിന്തകളും ഈമാനികമായ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വെള്ളിയാഴ്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെറുതെ നടക്കുമ്പോഴൊക്കെ എന്ത് ചെല്ലണമെന്ന്, ഇസ്തിഗ്ഫാർ ചെല്ലണമെന്ന് പറയാനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ, വെള്ളിയാഴ്ചയിൽ രാവിലെ സുബഹി മുതൽ ഖത്തീബ് മിമ്പറിൽ കയറുന്നത് വരെയുള്ള സമയങ്ങളിൽ
ഈ ലൈലത്തുൽ ഖദറിനെ പോലത്തെ ഒരു നിമിഷമുണ്ട്. ഖതീബ് ഫജ്ർ സുബഹി കഴിഞ്ഞ് ഖതീബ് മിമ്പറിൽ കയറുന്നതിൻ്റെ ഇടയിലായിട്ടൊരു ടൈമുണ്ട്. ആ ടൈമിൽ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണെന്ന് മുത്തുനബിതങ്ങൾ പറഞ്ഞു. എന്താണ് ചോദിക്കുന്നത് കിട്ടും. അത് ഏത് സമയമാണെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ അധ്വാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലൈലത്തുൽ ഖദർ പറഞ്ഞതുപോലെ അത് നമുക്ക് അവ്യക്തമാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സമയമുണ്ട്. അപ്പൊ ആ ഒരു സമയം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റൂല ഓരോരുത്തർക്ക്. അപ്പൊ അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെല്ലണ സമയത്തിലാണ് ആ സമയം വന്നെങ്കിൽ രക്ഷപ്പെട്ടില്ലേ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴാണെങ്കിലും ഇസ്തിഗ്ഫാർ ചെല്ലുക, പൊറുക്കലിനെ ചോദിക്കലുമായി ഈ ഒരു സമയത്തിൽ നമ്മൾ പെട്ടാൽ നമ്മൾ രക്ഷപ്പെടലുമായി. അതേപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങൾ കൂടി മറ്റുള്ള വിഷയങ്ങളൊക്കെ സുന്നത്തുകളൊക്കെ നെയ്യത്ത് വെച്ചിട്ട് തന്നെ ചെയ്യണം. അതുപോലെ സൂറത്തുൽ കഹ്ഫ് ഓതാൻ പറ്റുന്നവർ ഇഅ്തികാഫിന് നെയ്യത്ത് വെച്ച് നേരത്തെ തന്നെ പള്ളിയിൽ വന്നിരുന്ന് ദിക്റുകൾ സ്വലാത്തുകൾ ചെല്ലുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.